ഹേമ കമ്മിറ്റി മൊഴിയെടുത്തതിൽ ഫെഫ്കയെ ഒഴിവാക്കിയെന്ന ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ. സിനിമയിലെ ലൈംഗിക ചൂഷണം യാഥാർത്ഥ്യമായി അംഗീകരിക്കുന്നു. സ്ത്രീകളുടെ തുറന്നു പറച്ചിലിന് WCCക്ക് വലിയ പങ്കുണ്ട്. അത് ആദരിക്കപ്പെടേണ്ടതാണെന്നും ഫെഫ്ക. ഹേമ കമ്മിറ്റിയിൽ പരാമർശമുള്ള 15-അംഗ പവർ ഗ്രൂപ്പിന്റെ പേരുകൾ പുറത്തുവിടണം. നിയമപരമായി ആവശ്യപ്പെടുമെന്നും ഫെഫ്ക പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന പേരുകൾ അത് വെളിയിൽ വരണം എന്ന് പറഞ്ഞിട്ടുള്ള എന്ന് നിലപാടെടുത്തിട്ടുള്ള മലയാള സിനിമയിലെ ഒരു സംഘടന ഫെഫ്കയാണ് എന്നുള്ളത് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് ഞങ്ങൾ ആദ്യഘട്ടത്തിലാണ് അത് പറയുന്നത്. ഈ ഗ്രൂപ്പ് മീറ്റിങ്ങിൽ നിന്ന് ഞങ്ങളുടെ WCC അംഗങ്ങളല്ലാത്ത സ്ത്രീകൾ എങ്ങനെ ഒഴിവാക്കപ്പെട്ടു? എന്താണ് അതിൻ്റെ മാനദണ്ഡം? ആക്ടേഴ്സ് അസോസിയേഷനിൽ പ്രവർത്തിക്കുന്ന, അമ്മയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ എങ്ങനെ ഒഴിവാക്കപ്പെട്ടു? അപ്പോൾ ഒരു കൃത്യമായ ഒരു റൂൾ ഓഫ് എക്സ്ക്ലൂഷൻ, ഒഴിവാക്കൽ ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. എഫ് എന്ന ക്ലോസിൽ അവർ പറയുന്നുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് വെർ ക്രിയേറ്റഡ് ഫോർ വിമൻ. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാം. ഞങ്ങൾ അന്വേഷിച്ചു ഞങ്ങളുടെ എത്ര സ്ത്രീകൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. വിവരങ്ങളുമായി ബീന റാണി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ബീന, ഫെഫ്ക എന്ത് നിലപാടെടുക്കുന്നു? ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കിയത് എന്താണ്? വീണ, പ്രധാനമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഒരു മാർഗരേഖയായി തന്നെ ഫെഫ്ക പരിഗണിക്കുന്നുണ്ട്. എന്നാൽ കമ്മിറ്റിയുടെ വിവരശേഖരണത്തിനെതിരെ വലിയ വിമർശനമാണ് ഇന്ന് ഫെഫ്ക മുന്നോട്ട് വെച്ചത്. അതായത് WCCയിലെ അംഗങ്ങളെ വിശദമായി കമ്മിറ്റി വിളിച്ചു വരുത്തുകയും അവരുടെ മൊഴിയെടുക്കുകയും മറ്റും ചെയ്തു. എന്നാൽ നിർമ്മാതാക്കളുടെ സംഘടനയാകട്ടെ, അമ്മയാകട്ടെ, ഫെഫ്കയാകട്ടെ, ഇതിലുള്ള അംഗങ്ങൾക്ക് ഹേമ കമ്മിറ്റിയുടെ മുൻപിൽ എത്താൻ സാധിച്ചിട്ടില്ല. അവരെ ഇത്തരത്തിൽ മൊഴിയെടുക്കാൻ വിളിച്ചിട്ടില്ല എന്ന ഒരു ആരോപണമാണ് ബി ഉണ്ണികൃഷ്ണൻ ഇന്ന് ഉന്നയിച്ചത്. പ്രധാനമായും ഇത്തരം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം സംഘടനകളെ കൂടി ഉൾപ്പെടുത്തി വേണം. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു പഠന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ ഈ മേഖലയിലുള്ള ഈ മേഖലയിൽ തന്നെയുള്ള വിവിധ യൂണിയനുകൾ അല്ലെങ്കിൽ വിവിധ സംഘടനകളുടെ വക്താക്കളെ വിളിച്ചു വരുത്താൻ അവർ തയ്യാറാകണമായിരുന്നു. അക്കാര്യം ചെയ്തിട്ടില്ല എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടിൽ പരാമർശിച്ച ഒരു 15-അംഗ പവർ ഗ്രൂപ്പ് ഉണ്ട്. അത്തരത്തിലൊരു പവർ ഗ്രൂപ്പ് നിലവിലില്ല. അത് തീർച്ചയായും അത് ആരൊക്കെയാണെന്ന് റിപ്പോർട്ടിൽ പരാമർശിച്ചെങ്കിൽ അത് പുറത്തുവിടാൻ അവർ തയ്യാറാകണം. അവരുടെ പേരുകൾ പുറത്തു വരണം. ഒപ്പം തന്നെ ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു മാഫിയ എന്ന പദം ഉപയോഗിച്ചത് സാക്ഷികളിൽ ചിലർ കരുതിക്കൂട്ടി ചെയ്തതാണ്. അത്തരത്തിൽ ചില ഗൂഢോദ്ദേശത്തോടെ ചിലരെയൊക്കെ കരുതിക്കൂട്ടി ഇതിലേക്ക് വലിച്ച് ഇഴയ്ക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ ആരോപിക്കുന്നത്. എന്തായാലും സിനിമയിൽ ലൈംഗിക അതിക്രമം ഉണ്ടെന്നുള്ളത് ഒരു വാസ്തവമായി അംഗീകരിക്കുന്നുണ്ട്. അത് തടയാനുള്ള ചില നടപടികളുമായിട്ടാണ് ഫെഫ്ക ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. ഇല്ലെങ്കിൽ അത്തരത്തിലൊരു വിശകലന രേഖ തന്നെ ഫെഫ്ക പുറത്തിറക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ICC അടക്കമുള്ള കാര്യങ്ങൾ സിനിമാ സെറ്റുകളിൽ കൂടുതൽ കർശനമായി നടപ്പാക്കാൻ ശ്രമിക്കും. ഒപ്പം തന്നെ പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കും ഒപ്പം അതുമായി ബന്ധപ്പെട്ട മേഖലയിലുള്ള എല്ലാവർക്കും കൃത്യമായ നിർദ്ദേശങ്ങൾ, ആണധികാരം ഉപയോഗിച്ച് ഇത്തരത്തിൽ ആർട്ടിസ്റ്റുകളെ ഉപദ്രവിക്കുന്ന രീതി അവസാനിപ്പിക്കണം. അതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയാൽ അവരെ നിയമപരമായി തന്നെ അവർക്ക് സഹായം നൽകാനും ഫെഫ്ക തയ്യാറാകും എന്നും ഈ വിശകലന രേഖയിൽ പറയുന്നുണ്ട്. ഓഡിഷൻ പ്രക്രിയ അടക്കം സംഘടനകളുടെ നിയന്ത്രണത്തിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫെഫ്ക വിശദമാക്കുന്ന മറ്റൊരു കാര്യം, ഈ WCC അംഗങ്ങളെ വിലക്കിയെന്ന നടി പാർവതി തിരുവോത്തിന്റെ ആരോപണം തെറ്റാണെന്ന് ചില കണക്കുകൾ ചൂണ്ടിക്കാട്ടി ഫെഫ്ക വ്യക്തമാക്കുന്നു. അതായത് WCC രൂപീകരിച്ചതിന് ശേഷവും ആ നടിക്ക് നിരവധി സിനിമകളിൽ അഭിനയിക്കാനായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ ഡയറക്ടേഴ്സ് യൂണിയനിലെ അംഗമായ സജിൻ ബാബുവിന്റെ പുതിയ ചിത്രത്തിലെ നായിക റീമ തെല്ലിങ്കലാണ്. അത്തരത്തിൽ WCC അംഗങ്ങളായ പലരുടെയും പേരുകൾ പറഞ്ഞ് ഇവർക്കെല്ലാം തന്നെ ആവശ്യമായ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഫെഫ്ക അവകാശപ്പെടുന്നത്. എന്തായാലും
WCCക്ക് ഇത്തരത്തിൽ സ്ത്രീകളുടെ ഒരു തുറന്നു പറച്ചിലിലേക്ക് എത്താൻ വലിയ ഒരു പങ്കുണ്ട്. അത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ WCCയുടെ ഒരു മുന്നോട്ടുള്ള ഒരു ഇത്തരത്തിലുള്ള ചില പരാതികളും ഇല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആവശ്യങ്ങളും എല്ലാം ഉന്നയിച്ചത് അത് സ്ത്രീകൾക്ക്, ഈ മേഖലയിലെ സ്ത്രീകൾക്ക് തുറന്നു പറയാൻ ഒരു അവസരമുണ്ടാക്കി. അതിൽ അവർക്ക് നിർണായക പങ്കുണ്ടെന്നും ഫെഫ്ക വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിൽ നടപ്പാക്കാൻ ഒരു 26 ഇനം ഒരു വിശകലന രേഖയാണ് ഫെഫ്ക തയ്യാറാക്കിയിട്ടുള്ളത്. അത് സർക്കാരിന് സമർപ്പിക്കുമെന്നും ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ടല്ലെങ്കിലും നയരൂപീകരണ സമിതിയിൽ നിന്ന് പി ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട സംവിധായകൻ വിനയൻ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകിയിരുന്നു. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ തന്നെ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് താൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ബി ഉണ്ണികൃഷ്ണൻ ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കാരണം നയരൂപീകരണ സമിതിക്ക് മുമ്പേ ഫെഫ്ക പ്രതിനിധീകരിച്ച് തനിക്ക് പങ്കെടുക്കേണ്ടതുണ്ട്, മൊഴി നൽകേണ്ടതുണ്ട്, അതുകൊണ്ടാണ് മാറി നിൽക്കുന്നതെന്നും ബി ഉണ്ണികൃഷ്ണൻ ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഓക്കെ, ശരി ബീന.